Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Good ma'am. afternoon, Miss. Good afternoon, ma'am. Good afternoon. Food കഴിച്ചോ എല്ലാവരും? കഴിച്ചു. Okay. നമ്മൾ ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നത്? Marketing. Okay, മാർക്കറ്റിംഗ് വായിച്ചു നോക്കിയിട്ടുണ്ടോ എടുത്തത് വരെ? വായിച്ചു നോക്കി. എന്താ മാർക്കറ്റിംഗ്? എന്താ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ എന്താ മാർക്കറ്റിംഗ്? നിർമ്മാതാവിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് ഉപഭോക്താവിലേക്ക് എത്തുന്ന ആ ഫ്ലോ ഓഫ് മാനേജ്മെന്റിനെയാണ് ബിസിനസ് ആക്ടിവിറ്റിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് ഏതൊക്കെയായിരുന്നു? മാർക്കറ്റിംഗിന്റെ 4 പീസിനെ കുറിച്ച് പഠിച്ചില്ലേ നമ്മള്? ഏതൊക്കെയായിരുന്നു അത്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. ഓക്കെ, വെരി ഗുഡ്. ഇത്ര വരെ ക്ലിയർ ആയില്ലേ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പറഞ്ഞു, അതുപോലെ തന്നെ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് പറഞ്ഞു അല്ലേ? ഇത്ര വരെയല്ലേ നമ്മൾ എടുത്തത്? നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം നമുക്ക്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് അല്ലെ? മാർക്കറ്റിംഗിന്റെ തന്ത്രങ്ങള്. അതിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് കൺസ്യൂമേഴ്സ് അല്ലെ? ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ്? കൺസ്യൂമറിൽ നിന്നാണ്. 3 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? ആദ്യം എന്ത് ചെയ്യണം? കൺസ്യൂമറെ ഐഡന്റിഫൈ ചെയ്യാം, അതുപോലെ അവരുടെ ആവശ്യങ്ങള് വിലയിരുത്തണം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? സ്ട്രാറ്റജീസ് അല്ലെ? തന്ത്രങ്ങൾ ആവിഷ്കരിക്കാം. അങ്ങനെയുള്ള 3 സ്റ്റെപ്പിലൂടെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള 3 സ്റ്റെപ്പാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ്? 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് അല്ലെ? നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്ത്? 4 P ആണ്. Pകൾ ഓർത്ത് വെച്ചാൽ മതി. ആദ്യം എന്താ പറഞ്ഞത്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രമോഷൻ, പ്ലേസ്. ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞത്? ഇനി നോക്കി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ ഡിഫറെന്റ് ടൈപ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രമോഷണൽ സ്ട്രാറ്റജി, പ്ലേസിംഗ് സ്ട്രാറ്റജി. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ ടൈപ്സ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി 4 പീസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരു എന്താണ്? പ്ലേസ് സ്ട്രാറ്റജിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലേസ് കേട്ടോ. പ്ലേസ് ഞാൻ അടിയിൽ നമ്മൾ പഠിക്കും, അടിയിലത്തെ പോർഷനിലൊക്കെ പഠിക്കും. ഇനി നോക്കി, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി. 4 തരത്തിലുള്ള ടൈപ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരുടെ ടൈപ്പാണിത്? ഇതിന്റെ ടൈപ്പാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ ടൈപ്പാണ് ഈ അടിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഈ 4 ഭാഗവും 4 ടൈപ്പും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 4 ടൈപ്പ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ ടൈപ്സ് ആണ് ഈ 4 എണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ, മാർക്കറ്റിംഗ് മിക്സ്. എന്താണ് മാർക്കറ്റിംഗ് മിക്സ്?
The mixing of the four strategies of a successful marketing program and for the contentment of the chosen consumer segment is called marketing mix. ഈ മാർക്കറ്റിംഗ് മിക്സിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദ മിക്സിംഗ് ഓഫ് ഫോർ സ്ട്രാറ്റജീസ്. നമ്മൾ പറഞ്ഞില്ലേ 4 സ്ട്രാറ്റജീസിനെ കുറിച്ച് പഠിച്ചില്ലേ? പഠിച്ചല്ലേ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, ലാസ്റ്റ് വൺ എന്താണ്? പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിംഗ് അതിനെ പറയുന്നതാണ് എന്ത്? മാർക്കറ്റിംഗ് മിക്സ്. സിമ്പിൾ ആയിട്ട് മാർക്കറ്റിംഗ് മിക്സിനെ പറയുന്നത് എങ്ങനെയാണ്? മിക്സിംഗ് ഓഫ് ദി 4 സ്ട്രാറ്റജീസ്. അടിയിലൊന്ന് വരച്ചു വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ്, ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അടിയിലൊന്ന് വരച്ചു വെക്കാം. സിമ്പിൾ ആയിട്ട് മാർക്കറ്റിംഗ് മിക്സിനെ പറയുന്നത് എങ്ങനെയാണ്? മിക്സിംഗ് ഓഫ് ദി 4 സ്ട്രാറ്റജീസ്. ഇനി വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നത് നോക്കിയേ. For a successful marketing programs and for the contentment. എന്താണ് contentment എന്ന് പറഞ്ഞാല്? എന്താ മീൻ ചെയ്യുന്നത്? contentment എന്തായിരിക്കാം? സംതൃപ്തി. contentment എന്ന് പറഞ്ഞാല് സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ? അത് തന്നെയാണ് ഇവിടെ മീനിങ് വരുന്നത്. സംതൃപ്തി. contentment of chosen consumer segment. നമ്മൾ പറഞ്ഞാലേ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ ചൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ കമ്പനീസും അല്ലെങ്കിൽ ഓരോ ആൾക്കാരും ഇതിന്റെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഓരോ കമ്പനീസും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്? പാരസെറ്റമോളിന്റെ സിറപ്പ്, അതിനാരായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻസിനെ ആയിരിക്കും. അതുപോലെ തന്നെ ഡോളോന്റെ പാരസെറ്റമോളിന്റെ ഗുളിക, ഡോളോനൊക്കെ ആരായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? അഡൽട്ട് പേഴ്സണെ ആയിരിക്കും അല്ലെ? ഗ്രൂപ്പ് ഓഫ് അഡൽട്ട് മെമ്പേഴ്സിനെ അല്ലെങ്കിൽ അഡൽട്ട് കൺസ്യൂമേഴ്സിനെ ആയിരിക്കും അവിടെ അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സക്സസ്ഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്രോഗ്രാം, അതുപോലെ മാർക്കറ്റിലേക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ എന്താണ്? നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂമേഴ്സിനെ അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ സെലക്ട് ചെയ്യുകയും അവരുടെ സംതൃപ്തിക്ക് അനുസരിച്ചുമായിരിക്കണം നമ്മൾ ഒരു മാർക്കറ്റിലോട്ട് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് ഇറക്കേണ്ടത്. അപ്പൊ ആ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം പ്രൊഡക്റ്റ് ഇറക്കേണ്ടത്. ഈ 4 സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഉണ്ട്, പ്രമോഷണൽ സ്ട്രാറ്റജി ഉണ്ട്, പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിങ് കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ഈ പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട്. അതിന്റെ ആ മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസിനെ പറയുന്നതാണ് എന്ത്? മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിനെ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അത് മാർക്കറ്റിംഗ് മിക്സ് ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. മാർക്കറ്റിംഗ് മിക്സ് വായിച്ചു നോക്കട്ടോ. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസ് ആണ്. നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിലോട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂമേഴ്സിന്റെ സംതൃപ്തിക്ക് അനുസരിച്ചിട്ടായിരിക്കണം ഇറക്കേണ്ടത്. അങ്ങനെ ഇറക്കുമ്പോൾ ഈ 4 സ്ട്രാറ്റജീസിന്റെ മിക്സിംഗ് കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ആ മിക്സിങ്ങിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ്. ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? മാർക്കറ്റിംഗ് മിക്സ്. നെക്സ്റ്റ് ടോപ്പിക് എടുക്കട്ടെ.
നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ, പ്രൊഡക്റ്റ് സ്ട്രാറ്റജി അല്ലെ. നമ്മൾ ഓരോ സ്ട്രാറ്റജീസും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ ടൈപ്സ് ആണ് നമ്മളിപ്പോ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാണ്? പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രങ്ങളായിരിക്കും അല്ലെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഡിസിഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എന്ത് ഡിസിഷൻ ആണ് എടുക്കുന്നത്? എന്ത് ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നത്? അബൌട്ട് എ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെ. ന്യൂ പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ ആണ് അവിടെ എടുക്കുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എടുക്കുന്ന ഡിസിഷൻ എന്താണ്? ഡിസിഷൻ അബൌട്ട് ദി ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻ ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എടുക്കുന്നത്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ്. എന്താ കൺസിസ്റ്റ് എന്ന് പറഞ്ഞാല്? എന്താ മീൻ ചെയ്യുന്നത്? കൺസിസ്റ്റ് എന്താ? അടങ്ങിയിരിക്കുന്ന. കൺസിസ്റ്റ് മീൻസ് അടങ്ങിയിരിക്കുന്ന. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് offering the right consumer goods and services to right target audience. ആരായിരിക്കും ഇവിടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാല്? ആരെയാണ് പറയുന്നത് ടാർഗറ്റ് ഓഡിയൻസ്? ടാർഗറ്റ് ഓഡിയൻസ് എന്ന് ആരെ പറയുന്നത് ഇവിടെ? കൺസ്യൂമേഴ്സിനെയാണല്ലേ പറയുന്നത്. അപ്പോ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയൊരു കാര്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ്, നല്ല രീതിയിലുള്ള ശരിയായ രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ശരിയായ കൺസ്യൂമേഴ്സിന് കൊടുക്കണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ശരിയായ ഗുഡ്സ് ആൻഡ് സർവീസസ് ശരിയായ കൺസ്യൂമേഴ്സിന് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജ്, ഡിസൈൻ, ബ്രാൻഡ് നെയിംസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ക്വാളിറ്റി അല്ലെ, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കണം. അതുപോലെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ എന്താണ്? അതിന്റെ പാക്കേജിങ്, ഡിസൈൻ. ഓരോ പ്രൊഡക്റ്റിനും എന്താണ്? പലതരത്തിലുള്ള വെറൈറ്റി ഡിസൈൻസ് വേണം അല്ലെ, എന്നാലേ കൺസ്യൂമേഴ്സ് അതിൽ അട്രാക്റ്റീവ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്? വലിയ നല്ല രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ് പലതരത്തിലുള്ള ഡിസൈൻസ് വേണം. ബ്രാൻഡ് നെയിംസ് വേണം അല്ലെ. ബ്രാൻഡ് നെയിംസ് എന്താ? പലതരത്തിലുള്ള നെയിംസ് അല്ലെ. ഇപ്പൊ ലെക്സ് സോപ്പിന് തന്നെ എന്താണ്? പലതരത്തിലുള്ള നെയിംസ് ഇല്ലേ? ലെക്സ് ഉണ്ട്, പിയേഴ്സ് ഉണ്ട്, അതുപോലെ എന്താണ്? റെക്സോണ, സന്തൂർ, അങ്ങനെ പല ബ്രാൻഡ് നെയിം ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? നമ്മളിപ്പോ മാർക്കറ്റിൽ ഇറക്കുന്ന ന്യൂ പ്രൊഡക്ട്സിനും എന്താണ്? പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ വേണം. നല്ല രീതിയിലുള്ള ബ്രാൻഡ് നെയിംസ് ആയിരിക്കണം അതിനുണ്ടാകേണ്ടത്. അതുപോലെ എന്താണ്? മാർക്കറ്റിൽ ഗവേഷണം നടത്തണം അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താണ്? മാർക്കറ്റിലോട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുൻപ് മാർക്കറ്റില് ഗവേഷണം നടത്തണം. ഇതില് മാർക്കറ്റില് നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കിയാൽ അത് സക്സസ് ആവോ, പ്രോഫിറ്റ് ഉണ്ടാവോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? ഡെവലപ്മെന്റ്, അത് വികസിപ്പിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അത്രയും കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? ക്വാളിറ്റി ഉണ്ട്, ന്യൂ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ എന്താണ്? പാക്കേജിങ്, അതിന്റെ പാക്കേജ്, ഡിസൈൻ, ബ്രാൻഡ് നെയിംസ്, ഗവേഷണങ്ങൾ നടത്തണം. അതുപോലെ തന്നെ അതിന് വികസിപ്പിച്ചെടുക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്യണം. അതാണ് ഇതിനകത്ത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങള്. ഇനി നെക്സ്റ്റ് നോക്കി, ദ എയിം ഓഫ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഈസ് ടു ഇവോൾവ് products that will meet buyer expectations. എന്താണ് ഇവോൾവ്? എന്താ മീൻ ചെയ്യുന്നത് ഇവോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇവോൾവ് എന്താ? എന്താ ഇവോൾവ്? ഡെവലപ്പ് ചെയ്യുക കേട്ടാ.
ഇവോൾവ് മീൻസ് ഡെവലപ്പ്. അതുപോലെ എന്താണ് മീറ്റ് ബയർ എക്സ്പെക്ടേഷൻ അല്ലെ. ആരാ ഇവിടെ ബയർ? ആരായിരിക്കും ബയർ? യൂസർ, സാധനം ഉപയോഗിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എന്താണ് ഉപഭോക്താവ്, കസ്റ്റമർ. അപ്പോ എന്താണ് കസ്റ്റമറെ പറയുന്ന മറ്റു ചില പേരാണ് ബയർ, കൺസ്യൂമർ, യൂസർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഇവിടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം എന്തായിരിക്കും? മെയിൻ എയിം എന്താ പറയുന്നത്? സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്ന ആളുടെ എക്സ്പെക്ടേഷൻസ് അല്ലെ, പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്. എന്താണ് ഇവിടെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ പറയുന്ന മെയിൻ എയിം എന്താണ്? നമ്മള് ഇപ്പൊ കൺസ്യൂമറുടെ പ്രതീക്ഷയ്ക്ക് അല്ലെ, കൺസ്യൂമർ എന്ന് പറയുന്ന ആളാരാണ്? ഉപയോഗിക്കുന്ന, സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വ്യക്തി. അപ്പൊ കൺസ്യൂമറുടെ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ളതായിരിക്കണം ഒരു പ്രൊഡക്റ്റ്. അങ്ങനെയുള്ള പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കണം പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ അദ്ദേഹം എന്താണ് സാറ്റിസ്ഫാക്ഷൻ വേണം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റി വേണം, അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രൈസ് അല്ലെ, റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് വേണം, ഡിസൈൻ, അതുപോലെ വെറൈറ്റി ഓഫ് എന്താണ് ബ്രാൻഡ് നെയിംസ്, പാക്കേജ് നല്ലതായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ചെയ്യുമ്പോൾ തന്ത്രങ്ങളിൽ നമ്മൾ പാലിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കാനായിട്ട്. ക്ലിയർ ആയോ? അപ്പൊ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിലെ ഡിസിഷൻ എന്താണ്? ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുക എന്ന ഡിസിഷൻ ആണ് അവിടെ എടുക്കുന്നത്. അതുപോലെ എന്താണ് പ്രധാനമായിട്ടും പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? റൈറ്റ് കസ്റ്റമേഴ്സിന് റൈറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്? ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജിങ്, ഡിസൈൻ, ബ്രാൻഡ് നെയിംസ്, റിസർച്ച്, ഗവേഷണം നടത്തണം. അതുപോലെ തന്നെ അതിന്റെ ഡെവലപ്മെന്റ് അല്ലെ, അത് വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിമിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് മെയിൻ എയിം എന്ന് പറഞ്ഞാല്? ബയ്യറുടെ അല്ലെ, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയുടെ എക്സ്പെക്ടേഷൻ, കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ, ക്ലിയർ ആയെങ്കിൽ പറയാം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, പ്ലേസ് സ്ട്രാറ്റജി. പ്ലേസിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. അപ്പൊ അടിയിലൊന്ന് വരച്ചു വെക്കാം. ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി തന്നിട്ട് അതിന്റെ മറ്റൊരു പേര് എഴുതാൻ പറയും. നിങ്ങൾ എന്ത് എഴുതണം? പ്ലേസ് കേട്ടോ. അപ്പോ അതാണ് പ്രധാനമായിട്ടും ചിലപ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയുടെ അനന്തർനെയിം ചോദിക്കാം. അപ്പൊ അടിയിൽ വരച്ചു വെക്കാം. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി നോക്കിയേ. A distribution strategy is a method. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മെത്തേഡ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടുള്ള മെത്തേഡ് ആണ്? ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ടു എൻഡ് യൂസേഴ്സ്. എന്താണ് എൻഡ് യൂസേഴ്സ്? ആരായിരിക്കും എൻഡ് യൂസേഴ്സ്? ആരായിരിക്കും എൻഡ് യൂസേഴ്സ്? എൻഡ് യൂസേഴ്സ് ആരാ? കസ്റ്റമറെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ എൻഡ് യൂസർ. ഓക്കെ, അത് അറിഞ്ഞു വെക്കാം കേട്ടോ. കസ്റ്റമറെ പറയുന്ന മറ്റൊരു പേരാണ് എൻഡ് യൂസർ. The distribution strategy is a method
മെത്തേഡാണ് അല്ലെ, ഒരു മെത്തേഡാണ് എന്തിനു വേണ്ടിയിട്ട്? ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമറുടെ കയ്യിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഇനി ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? പ്ലേസ് സ്ട്രാറ്റജി. പ്ലേസ് എന്നും കൂടി പറയുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്തേഡാണ് എൻഡ് യൂസേഴ്സിന്റെ കയ്യിലോട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനെ പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഡിസിഷൻ എങ്ങനെയായിരിക്കാം? ഡിസിഷൻസ് വിത്ത് റിഗാർഡ് ടു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഗുഡ്സ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ട് എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കാം എന്നുള്ള ഡിസിഷൻ ആണ് എവിടെ എടുക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ എടുക്കുന്നത്. എങ്ങനെയാണ് ഭൗതികമായിട്ട് ഫിസിക്കലായിട്ട് എങ്ങനെയെല്ലാം കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എത്തിക്കാം എന്നുള്ള ഡിസിഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. റൈറ്റ് ഗുഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. എങ്ങനെ കൊടുക്കുന്നത്? റൈറ്റ് ഗുഡ്സ് അല്ലെ, ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസിൽ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ പറയുന്നത്. എന്താണ്? ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസിൽ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാം. ഇനി എങ്ങനെയാണ് സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ് അല്ലെ, നമ്മൾ മാർക്കറ്റിംഗ് ചാനൽസ് വഴിയാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എത്തിക്കുന്നത്. എങ്ങനെയെല്ലാം മാർക്കറ്റിംഗ് ചാനൽസ് നമുക്ക് യൂസ് ചെയ്യാം? എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മാർക്കറ്റിംഗ് ചാനൽസ് ആയിട്ട്? ഇപ്പോ ഒരു കർഷകൻ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാണ് കേട്ടോ, ഒരു കർഷകൻ കൃഷി ചെയ്തു, പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി, പച്ചക്കറി കൃഷിയാണ് നടത്തുന്നത്. പച്ചക്കറി കൃഷി ഉണ്ടാക്കി അതിനകത്ത് വിളവെടുത്തു. അപ്പോ സാധനങ്ങൾ ഇയാളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റഴിഞ്ഞ് പോകുമോ? ഇല്ലല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇയാള് കൊണ്ടുപോയിട്ട്, ഈ കർഷകൻ കൊണ്ടുപോയിട്ട് ഹോൾസെയിൽ കടയിൽ കൊടുത്തു. ഹോൾസെയിൽ കട എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, വലിയ രീതിയിലുള്ള ഒരു കടയാണ്. അപ്പൊ ഹോൾസെയിൽ കടയിൽ കൊടുത്തു. ഈ ഹോൾസെയിൽക്കാരുടെ കയ്യിൽ നിന്നാണ് റീറ്റെയിൽ ഷോപ്പുകാര് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ ഹോൾസെയിൽ കടയിൽ നിന്ന് റീറ്റെയിൽ ഷോപ്പുകാർ വാങ്ങിക്കുമ്പോൾ ഇത്തിരി വില കുറഞ്ഞ് കൂടുതൽ സാധനങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് വില കുറച്ചിട്ടായിരിക്കാം ഹോൾസെയിലുകാർ കൊടുക്കുന്നത്. അപ്പൊ റീറ്റെയിൽ ഷോപ്പുകാർ ആ സാധനങ്ങൾ എടുത്തു അവരുടെ കടയിൽ കൊണ്ടുപോയി കസ്റ്റമേഴ്സിന് കൊടുത്തു അല്ലെ. ഇപ്പോ റീറ്റെയിൽ ഷോപ്പുകാര് സാധനങ്ങൾ വിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കാം? ഇപ്പോ ഹോൾസെയിൽ കടയിൽ നിന്ന് എടുക്കുമ്പോൾ എന്താണ് 5 രൂപയോ 10 രൂപയോ ഒക്കെ കുറഞ്ഞിട്ടായിരിക്കാം അവർക്ക് കിട്ടുന്നത്. റീറ്റെയിൽ ഷോപ്പുകാരുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് 5 രൂപ 10 രൂപയൊക്കെ സാധനങ്ങൾക്ക് കൂട്ടിയിട്ട് അവർ വിൽക്കും. അപ്പൊ എന്താണ് പ്രോഫിറ്റ് കിട്ടും അല്ലെ, പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധനങ്ങൾക്ക് പൈസ കൂട്ടിയിട്ട് വിൽക്കുന്നത്. അപ്പൊ അങ്ങനെ കസ്റ്റമേഴ്സിലേക്ക്, അങ്ങനെയുള്ള മാർക്കറ്റിംഗ് ചാനൽസ് വഴി കസ്റ്റമേഴ്സിലേക്ക് ഗുഡ്സുകൾ എത്തിക്കുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് ചിലപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. ഇപ്പൊ കർഷകന്റെ അവിടെ ചെന്നിട്ട് നേരിട്ട് നമുക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാലോ. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ചാനൽസ് വഴിയും കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് സാധനങ്ങൾ എത്തുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത് സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ്. ക്ലിയർ ആയോ? അത് പല രീതിയിൽ ചാനൽസ് വഴി നമുക്ക് സാധനങ്ങൾ കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് സാധനങ്ങൾ എത്തുന്നുണ്ട്. റീറ്റെയിൽ ഷോപ്പ് വഴി അങ്ങനെയുള്ള ചാനൽസ് വഴി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടത്താം. നമുക്ക് കർഷകരുടെ വീട്ടിൽ പോയിട്ട് നേരിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ചാനൽസ് വഴിയും എവിടെ നടക്കുന്നുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അതാണ് പറയുന്നത് മാർക്കറ്റിംഗ് ചാനൽസ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ കാര്യമാണ് പറഞ്ഞത്? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിന്റെ അദർ നെയിം എന്താണ്? പ്ലേസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എന്താ നടക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്തേഡാണ്. എന്ത് മെത്തേഡാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനെ പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി എന്താണ് ഡിസിഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഭൗതികമായിട്ട് അല്ലെ, ഫിസിക്കലായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസുകള് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ള ഡിസിഷൻ ആണ് അവിടെ എടുക്കുന്നത്. എങ്ങനെയെല്ലാം എടുക്കുന്നുണ്ട്?
റൈറ്റ് ഗുഡ്സ് അല്ലെ, ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഡിസിഷൻ ആണ് അവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ചാനൽസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാം, ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി എത്തിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ്, ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊണ്ടുപോയി ആ റീറ്റെയിൽ ഷോപ്പുകാർ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് സെല്ലിംഗ് നടത്തുന്നുണ്ട്. അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വഴി നമുക്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിലോട്ട് സാധനങ്ങൾ എത്തുന്നുണ്ട്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. അയച്ചോ? മനസ്സിലായോ? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയുടെ മറ്റൊരു പേരെന്താണ്, പിന്നെ എന്താണ് അതിന്റെ ഡെഫിനിഷൻ ചോദിക്കുക അല്ലെ. ഡാഷ് സ്ട്രാറ്റജി ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ടു എൻഡ് യൂസേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇത് ഏത് സ്ട്രാറ്റജിയാണ് എന്നുള്ളത് ട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കിയേ, പ്രൊമോഷണൽ സ്ട്രാറ്റജി. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എന്താ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ, എന്തായിരുന്നു പ്രൊമോഷൻ? പ്രൊമോഷൻ എന്തായിരുന്നു? എന്തായിരുന്നു? പരസ്യങ്ങൾ അല്ലെ, അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പൊ ഞാനാണ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കിയതെങ്കിൽ എന്താണ്, എന്റെ പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ്, ആ അഡ്വർടൈസ്മെന്റിലൂടെ ജനങ്ങളിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്, അതുവഴി കൂടുതൽ സെയിൽസ് കിട്ടാനും അതുവഴി എന്താണ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അത് തന്നെയാണ് ഇവിടെ പ്രൊമോഷണൽ സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്. നോക്കിയൊന്ന്, ഈ പ്രൊമോഷൻ സ്ട്രാറ്റജി is a plan that is actionable to influence people. എന്താണ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ മീൻ ചെയ്യുന്നത് ഇൻഫ്ലുവൻസ്? എന്താ ഇൻഫ്ലുവൻസ്? സ്വാധീനിക്കുക. ഇൻഫ്ലുവൻസ് മീൻസ് സ്വാധീനിക്കുക. Influence people about your business, create more leads and boost customer engagement. ഇവിടെ പറയുന്നത് എന്താണ്, പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പ്ലാൻ ആണ്. ഇവിടെ പറയുന്നത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് മെത്തേഡ് ആയിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി മെത്തേഡ് ആയിരുന്നു. അതുപോലെ പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലാൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കസ്റ്റമേഴ്സിനെ അല്ലെ, അവിടെ പീപ്പിൾ എന്ന് പറയുന്നത് ആരാണ്? കസ്റ്റമേഴ്സ് ആണ്. പീപ്പിൾ അല്ലെങ്കിൽ പബ്ലിക്കിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. അതുപോലെ തന്നെ എന്താണ്, കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കുമ്പോൾ കൂടുതൽ സെയിൽസ് അല്ലെ, നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് എന്നുള്ളത് അവരെ അറിയിക്കുക. അതുപോലെ അതുവഴി കൂടുതൽ സെയിൽസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ സെയിൽസിലൂടെ എന്ത് നടക്കുന്നുണ്ട്, കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു
പ്ലാനിങ് ആണ് ഇതെന്ന് പറയുന്നത് പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലാൻ ആണ്. കസ്റ്റമേഴ്സിനെ കൂടുതൽ നമ്മുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ സ്വാധീനിക്കുകയും അതുവഴി കൂടുതൽ സെയിൽസ് നടത്തുന്നത് വഴി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ബൂസ്റ്റ് കസ്റ്റമർ എൻഗേജ്മെന്റ്. നമ്മൾ പറഞ്ഞില്ലേ, പ്രമോഷനിൽ പറഞ്ഞില്ലേ, കസ്റ്റമേഴ്സിന്റെ കൂടുതൽ ഇടപെടലുകൾ അല്ലെ, ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. കസ്റ്റമേഴ്സും കമ്പനീസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണെന്ന് പറഞ്ഞു അല്ലെ പ്രമോഷൻ. അതുപോലെയാണ് ഇവിടെ പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സിന്റെ കൂടുതൽ ഇടപെടലുകൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ഇടപെടാനായിട്ട്, കൂടുതൽ ഇടപെടല് വരാനായിട്ട് ഈ പ്രമോഷൻ സ്ട്രാറ്റജിയിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാൻ ആണ്. കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് അവരിലേക്ക് എത്തിക്കുകയും കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാനും സാധിക്കുന്നു. സെയിൽസ് വഴി, സെയിൽസ് കൂടുതൽ പോകുന്നതിലൂടെ, ഒരു പ്രൊഡക്റ്റ് കൂടുതൽ സെയിൽ ആകുന്നതിലൂടെ എന്തുണ്ടാക്കുന്നുണ്ട്? എന്താ ഉണ്ടാവാം? സെയിൽ നടക്കുമ്പോ, കൂടുതൽ സെയിൽ നടക്കുമ്പോ എന്താ ഉണ്ടാവുന്നത്? എന്താ ഉണ്ടാവാ? കൂടുതൽ സെയിൽസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ബൂസ്റ്റ് കസ്റ്റമർ എൻഗേജ്മെന്റ്. കസ്റ്റമേഴ്സിന്റെ എൻഗേജ്മെന്റ്, ഇടപെടല് കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? പ്രമോഷണൽ സ്ട്രാറ്റജി ഓക്കെ ആണ്. ഇനി എന്താണ്? പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ട് അല്ലെ. എന്തായിരിക്കും പ്രൈസിങ് സ്ട്രാറ്റജിയിൽ നടക്കുന്നത്? പറയാൻ പറ്റോ? പ്രൈസിങ് സ്ട്രാറ്റജിയിൽ എന്തായിരിക്കും? എന്താ നടക്കാം പ്രൈസിങ് സ്ട്രാറ്റജിയില്? എന്തായിരിക്കാം? പ്രൈസ് ഫിക്സ് ചെയ്യാം അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഡീൽസ് വിത്ത് മോഡ് ഓഫ് സെറ്റിംഗ് പ്രൈസ്. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. സെറ്റിംഗ് പ്രൈസ്. അവിടെ എന്താണ്? ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് സെറ്റ് ചെയ്യുന്നതാണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിന്റെ അടിയിൽ ഒന്ന് വരച്ചേ, സെറ്റിംഗ് പ്രൈസ്. ഇമ്പോർട്ടന്റ് ആണ്. സെറ്റിംഗ് പ്രൈസിന്റെ ഇടയിൽ ഒന്ന് വരയ്ക്കാം. ഓരോന്നിന്റെയും ഡെഫിനിഷൻ ചോദിക്കാം. പ്രമോഷൻ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിന്റെ ഒക്കെ ഡെഫിനിഷൻ ചോദിക്കാം. അപ്പൊ അതിനകത്തുനിന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? അപ്പൊ അവന്റെ അടിയിൽ ഇപ്പൊ ഒന്ന് വരച്ചു വെക്കാം കേട്ടോ, മിസ് പറയുന്നതിന്റെ വേർഡ്സിന്റെ അടിയിൽ. അപ്പോ ഇവിടെ പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ എന്താണ്? പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അല്ലെ, പ്രൈസ് സെറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ നടക്കുന്നത്. Which should be both justifiable and competitive and bring in profit. എന്താ പറയുന്നത്? ഓരോ പ്രൊഡക്റ്റിനും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് സെറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള പ്രൈസ് ആയിരിക്കാം സെറ്റ് ചെയ്യുന്നത്? ബോത്ത് ജസ്റ്റിഫയബിൾ ആൻഡ് കോമ്പറ്റീറ്റീവ്. എന്താ ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞാല്? എന്താ ജസ്റ്റിഫയബിൾ? ന്യായമായ, ന്യായമായ കേട്ടോ. റീസണബിൾ പ്രൈസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ന്യായമായ. സാധാരണക്കാരന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ന്യായമായിട്ടുള്ള പ്രൈസ് ആയിരിക്കണം ഓരോ പ്രൊഡക്റ്റിനും സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ്? ആൻഡ് കോമ്പറ്റീറ്റീവ് അല്ലെ, മത്സരിച്ച് നിൽക്കുന്നത്. ഇപ്പോ സോപ്പ് തന്നെ എക്സാമ്പിൾ എടുക്കാം. എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോപ്പ് ഉണ്ട് അല്ലെ. പെയേഴ്സ്, അതുപോലെ എന്താണ് ലെക്സ്, റെക്സോണ, നമ്പർ 1, സന്തൂർ എന്ന് പറഞ്ഞിട്ട് കുറെ അധികം ബ്രാൻഡഡ് നെയിമിലുള്ള സോപ്പുകളുണ്ട്. അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സോപ്പാണ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കിയതെങ്കിൽ ആ പ്രൊഡക്റ്റുകളോട്, ആ സോപ്പിന്റെ ആ പ്രൊഡക്റ്റുകളോട് മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും അതുപോലെ തന്നെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ളതുമായ, ന്യായമായിട്ടുള്ളതുമായ ഒരു പ്രൈസ് ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കേണ്ടത്. ക്ലിയർ ആയോ? പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ എന്ന് പറയുന്നത് എന്താണ്? സെറ്റിംഗ് പ്രൈസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ന്യായമായിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റുള്ളവരോട് മത്സരിച്ച് നിൽക്കാൻ രീതിയിലുമുള്ളതുമായ പ്രൈസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെയുള്ള പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നല്ല രീതിയിൽ എന്ത് ചെയ്യും?
സാധാരണക്കാരന് വാങ്ങിക്കാവുന്ന രീതിയിലുള്ള പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ കുറെ അധികം വിറ്റ് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. വിപണിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ കുറെ അധികം വിറ്റ് പോകാനായിട്ട് കുറെ അധികം സെയിൽസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ കുറെ സെയിൽസ് വരുമ്പോ എന്താണ്, കുറെ പ്രോഫിറ്റ്, നമുക്ക് ലാഭം, അതിൽ നിന്ന് ലാഭം കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത് ആൻഡ് ബ്രിങ് ഇൻ പ്രോഫിറ്റ്. ക്ലിയർ ആയോ? പ്രൈസിങ് സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കാനായിട്ട് എന്താണ്, സെറ്റിംഗ് പ്രൈസ് ആണ്. അവിടെ പ്രൈസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രൈസ് ആണ് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ളതും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളതും ന്യായമായിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റുള്ള പ്രൊഡക്റ്റിനോട് മത്സരിച്ച് നിൽക്കാനുള്ള രീതിയിലുമായിട്ടുള്ളതുമായ പ്രൈസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ 4 സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നും കൂടിയും പറയാം. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ആണല്ലേ ഫസ്റ്റ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഡിസിഷൻ എങ്ങനെയാണ്, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ് അവിടെ ഡിസിഷൻ ആയിട്ട് വരുന്നത്. ഇനി പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നല്ല കസ്റ്റമേഴ്സിന്, ശരിയായ കസ്റ്റമേഴ്സിന് ശരിയായ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ കൊടുക്കുന്നതാണ് അവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ, അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്വാളിറ്റി ഉണ്ടാവും, ന്യൂ പ്രൊഡക്റ്റ് ഉണ്ട്, പാക്കേജ്, അതുപോലെ ഡിസൈൻ, ബ്രാൻഡ് നെയിംസ് മുതലായ കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട എയിം അതൊന്ന് അടിയിൽ വരച്ചു വെക്കാം കേട്ടോ. ചിലപ്പോ ചോദിക്കാം പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം എന്താണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. മെയിൻ എയിം എന്താണ്, ഇവോൾവ് പ്രൊഡക്ട്സ് that will meet buyer expectations. കസ്റ്റമേഴ്സിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം വിപണിയിൽ ഇറക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്, പ്രൈസ് അല്ലെ. പ്രൈസ് സ്ട്രാറ്റജിയിൽ പറയുന്ന മറ്റൊരു പേരാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ പറയുന്ന മറ്റൊരു പേരാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡെഫിനിഷൻ ചോദിക്കാം. A distribution strategy എന്താണെന്നുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് മെത്തേഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് എൻഡ് യൂസിലേക്ക് അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമേഴ്സിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് എൻഡ് യൂസറിലേക്ക് പലതരത്തിലുള്ള പേരാണ് കേട്ടോ കസ്റ്റമേഴ്സിനെ പറയുന്നത്. അപ്പൊ എൻഡ് യൂസർ, ഇവിടെ എൻഡ് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, കൺസ്യൂമർ ആയിരിക്കാം. കൺസ്യൂമറിനെ പറയുന്ന പേരാണ് എൻഡ് യൂസർ. ഈ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനെ പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, റൈറ്റ് ഗുഡ്സ് അല്ലെ, ശരിയായ ഗുഡ്സ് ശരിയായ പ്ലേസില് ശരിയായ ടൈമില് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കണം. ഇനി പ്രമോഷൻ സ്ട്രാറ്റജി എന്താണ് പറയുന്നത്, ഒരു പ്ലാൻ ആണ് അല്ലെ. പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പ്ലാൻ ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ എന്താണ് പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നു. എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു, നമ്മുടെ ബിസിനസ് ഇതാണ് അല്ലെങ്കിൽ എന്താണ് എന്റെ ബിസിനസ് ഇതാണെന്ന് പറഞ്ഞ് പബ്ലിക്കിലേക്ക് അത് എത്തിക്കുകയും അതെങ്ങനെയാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അഡ്വർടൈസ്മെന്റിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ മോർ സെയിൽസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ആരൊക്കെ തമ്മിലുള്ളൊരു ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്, പ്രൊമോഷണൽ സ്ട്രാറ്റജിയിൽ കമ്പനീസും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് ഇവിടെ ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്, പ്രൈസിംഗ് സ്ട്രാറ്റജി ആണ്. പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ മെയിൻ കാര്യം എന്താണ്, പ്രൈസ് സെറ്റ് ചെയ്യുക അല്ലെ. പ്രൊഡക്റ്റിന്റെ പ്രൈസ് സെറ്റ് ചെയ്യുന്നതാണ് ഈ പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി എങ്ങനെയെല്ലാമാണ് പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്, ജസ്റ്റിഫയബിൾ ആൻഡ് കോമ്പറ്റീറ്റീവ്, ന്യായമായിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ മറ്റുള്ളവരോട് മത്സരിച്ച് നിൽക്കാനുള്ള രീതിയിലുമായിരിക്കണം ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇത്രയും 4 കാര്യങ്ങള് ഓക്കെയാണ്. ഇനി നോക്കിയേ, ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് റീഡിസൈനിങ് ആൻഡ് ഓൾഡ് വൺ. ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്താണ് ഓൾഡ് വൺ അല്ലെ, ഓൾഡ് വൺ റീഡിസൈനിങ് ചെയ്യുമ്പോ അതിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓൾഡ് വൺ റീഡിസൈനിങ്
ആൻഡ് ഓൾഡ് വൺ, ഒരു പ്രൊഡക്റ്റ് പഴയ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, റീഡിസൈൻ ചെയ്യുമ്പോൾ വരുന്ന സ്റ്റെപ്പുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 6 രീതിയിലുള്ള സ്റ്റെപ്പാണ് പഠിക്കേണ്ടത്. എല്ലാവർക്കും അറിയാം. ഓക്കെ, വെരി ഗുഡ് ട്ടോ, ക്ലിയർ ആണ് ട്ടോ, ശരിയാണ്. അപ്പൊ റീഡിസൈൻ ചെയ്യാം. ഇപ്പൊ പറഞ്ഞു അല്ലെ, കൊക്കക്കോളയുടെ കാര്യം ആദ്യം അവര് മാർക്കറ്റിൽ ഇറക്കി, അതെന്ത് ചെയ്തു, ഫെയിൽ ആയി പോയി മാർക്കറ്റില്. പിന്നെയും അവരെന്ത് ചെയ്തു, കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച്, അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്തു, അവര് റീഡിസൈൻ ചെയ്തു അവർ മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ അവിടെ എന്തായി, ഷേപ്പ്, ലേബലിംഗില്, അതിന്റെ കണ്ടന്റ് അങ്ങനൊക്കെ മാറ്റം വരുത്തി റീഡിസൈൻ ചെയ്ത് മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നപ്പോ അവരെന്തായി, മാർക്കറ്റിൽ അത് സക്സസ്ഫുൾ ആയിട്ട് മാറി. അതാണ് റീഡിസൈനിങ് ഓൾഡ് വൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ പുതിയ പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ റീഡിസൈൻ ചെയ്ത് വേറൊരു പ്രൊഡക്റ്റ്, ഓൾഡ് പ്രൊഡക്റ്റ് റീഡിസൈൻ ചെയ്ത് ഇറക്കുമ്പോഴും ഡിഫറെന്റ് സ്റ്റെപ്പ് ഉണ്ട്. 6 തരം സ്റ്റെപ്പാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. സെക്കൻഡ് വൺ എന്താണ്, സ്ക്രീനിങ്. Third one, business analysis. Fourth one, product development, test marketing, and last one is commercialization. 6 രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് പഠിക്കണം. 6 തരത്തിലുള്ള സ്റ്റെപ്പാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വികസിപ്പിക്കുക. ഉദ്ദേശിക്കുന്നത് വികസിപ്പിച്ചെടുക്കുക. ന്യൂ പ്രൊഡക്റ്റിനെ വികസിപ്പിച്ചെടുക്കുമ്പോ എന്തൊക്കെ കൺസെപ്റ്റിലായിരിക്കണം അല്ലെ. കൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം, ഇവിടെ എന്തായിരിക്കാം, കണക്ട് ചെയ്യാൻ പറ്റുമോ? കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോ എന്തൊക്കെയാണ് അല്ലെ, എന്തൊക്കെ ഐഡിയാസ് ഉണ്ടാകുന്നുണ്ട്. വെരി ഗുഡ്, ഐഡിയാസ് കേട്ടോ. കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഐഡിയ കേട്ടോ, ഐഡിയാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു പ്രൊഡക്റ്റ്, ഒരു ന്യൂ പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കുമ്പോൾ എന്തൊക്കെ ഐഡിയാസ്, ആരിലൂടെയൊക്കെയാണ് ആ ഐഡിയാസ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. നോക്കിയേ, ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പിനെ കൂടിയൊക്കെ നമ്മളൊരു ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോ അതിന്റെ ഐഡിയാസ് വരുന്നത് ചിലപ്പോ അതിൽ നിന്ന് ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം, ഒരു ഇൻഡിവിജ്വലിലൂടെ ആയിരിക്കാം അതിന്റെ ഐഡിയ വരുന്നത്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം, ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് പലരിൽ നിന്നുള്ള ഒപ്പീനിയൻസ് വഴി നമുക്ക് എന്ത് വരാം, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഒരു പ്രൊഡക്റ്റ്, ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോ ആരിൽ നിന്നൊക്കെയാണ് ഐഡിയ ജനറേറ്റ് ചെയ്തു വരുന്നത് എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയായിരിക്കാം, ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോ അതിലുണ്ടാകുന്ന ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം നമുക്ക് ആ ഐഡിയ കിട്ടുന്നത്. അതുപോലെ എന്താണ്, ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ പലരുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട്, പലരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് അതിൽ നിന്നായിരിക്കാം നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഐഡിയ ലഭിക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിൽ നിന്നായിരിക്കാം, അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നിന്നുള്ള പലരുടെയും ഒപ്പീനിയൻ വഴിയായിരിക്കാം നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. ക്ലിയർ ആയോ? അത് ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ? ഓക്കെ ആണോ? സ്റ്റെപ്പ് മനസ്സിലായോ? ഓക്കെ ആണ്. ഇനി എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ്? എന്താണ് നോക്കിയേ, സ്ക്രീനിങ്. എന്താ സ്ക്രീനിങ്? എന്താ സ്ക്രീനിങ് മീൻസ്? എന്തായിരിക്കാം, പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. എന്താ സ്ക്രീനിങ്? സൂക്ഷ്മ പരിശോധന. കേട്ടിട്ടുണ്ടോ നിങ്ങള്? പരിശോധന അല്ലെ, സൂക്ഷ്മ നിരീക്ഷണം അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന എന്നൊക്കെ പറയാം കേട്ടോ. സ്ക്രീനിങ്ങിലെ 2 സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഐഡിയാസ് ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോമിസ് ഗുഡ് റിസൾട്ട്സ് ഫോർ ടേക്കൺ ടു കൺസിഡറേഷൻ. എന്താ പറയുന്നത്,
ഐഡിയാസ് ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റ് അല്ലെ. ഇപ്പോ ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു, സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്, എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കമ്പനിക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, കമ്പനിയുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ലക്ഷ്യങ്ങൾ അനുസരിച്ചിട്ട് ലക്ഷ്യങ്ങൾ മീറ്റപ്പ് ചെയ്തിട്ട് വേണം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? എന്താ പറയുന്നത്? ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോ എന്താണ് എനിക്ക് സ്വന്തമായിട്ടാണ് ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാവും, എന്റേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും കമ്പനിയുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം, ആ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ മീറ്റപ്പ് ചെയ്തിട്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട്. ഇനി എന്താണ്, ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് മീറ്റപ്പ് ചെയ്ത് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവിടെ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയോ? നല്ല രീതിയിൽ ആ സെയിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ വിപണിയിൽ ഇറക്കാനായിട്ട്, വിപണിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ സെയിൽ ആവോ എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യണം. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. എന്താണ്, ഇഫ് നോട്ട് റിമൂവ്ഡ്. നമ്മളിപ്പോ ഒരു കമ്പനിയുടെ ലക്ഷ്യം ഒന്നും നോക്കിയില്ല, അല്ലാണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അത് സക്സസ്ഫുൾ ആവോ? ഇല്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് ഇപ്പോ എനിക്കും എന്താണ്, ഞാനൊരു പ്രൊഡക്റ്റ് ഒറ്റയ്ക്കായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്റെയും എന്താണ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് വേണം, ഒബ്ജക്റ്റീവ്സ് മീറ്റപ്പ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ്, അതൊന്ന് റീചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇഫ് നോട്ട് റിമൂവ്ഡ്, അപ്പൊ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച്, ഇഫ് നോട്ട് റിമൂവ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓരോ കമ്പനീസിന്റെയും ഒബ്ജക്റ്റീവ് അനുസരിച്ച് വേണം നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട്. ഇനി അങ്ങനെയല്ല, ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്തിട്ടല്ല നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ എന്താണ്, അതൊന്നും കൂടി റീചെക്ക് ചെയ്ത് ആ കമ്പനീസിന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് വേണം നമ്മൾ ഡെവലപ്മെന്റിന് ഇറങ്ങിത്തിരിക്കാൻ. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഈ സെക്കൻഡ് പോയിന്റ് നോക്കിയേ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെ. നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്തു, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്തു. അതിനുശേഷം എന്താണ്, ഡിസിഷൻ ഈസ് ഇമ്പോർട്ടന്റ്. ഡിസിഷൻ മെയ്ഡ് ഈസ് ഇമ്പോർട്ടന്റ്. ഡിസിഷൻ അല്ലെ, തീരുമാനങ്ങൾ എടുക്കണം അല്ലെ. ഡിസിഷൻ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്തു, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഡിസിഷൻ എടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇനി നോക്കിയേ, യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ്. ഇവിടെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സ് ആണ് 3 രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ചെക്ക് ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ നോക്കിയേ, ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസ്. അപ്പോ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. പ്രൊഡക്റ്റ് നല്ല രീതിയിലായിരിക്കണം വിപണിയിൽ ഇറക്കേണ്ടത്, അതിനുള്ള ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഓർ പേഴ്സണൽ. റോ മെറ്റീരിയൽസ് എന്താ റോ മെറ്റീരിയൽസ്? എന്താണെന്നറിയോ? റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അസംസ്കൃത വസ്തുക്കൾ. ഇപ്പൊ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എന്താണ്, അതിനുള്ള മെറ്റീരിയൽസ് വേണ്ടേ? കറണ്ട് വേണം, വെള്ളം വേണം, മെഷീൻസ് വേണം, അതുപോലെ ലേബേഴ്സ് വേണം, സ്റ്റാഫുകൾ വേണം വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റി അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇവിടെ പേഴ്സണൽസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ, ലേബേഴ്സ്. അപ്പൊ റോ മെറ്റീരിയൽസ്, ലേബേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, കമ്പനീസ്
കാപ്പബിലിറ്റി. കാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിക്ക് ആ പ്രൊഡക്റ്റ് ഇറക്കാനായിട്ടുള്ള കഴിവുണ്ടോ, കമ്പനിയുടെ കപ്പാസിറ്റി നോക്കാം. കാപ്പബിലിറ്റി, കഴിവ്, അത് ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള മൂലധനം, ക്യാപിറ്റൽ ഉണ്ടോ എന്നുള്ളത് അത് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ലിസ്റ്റിലുള്ളത്. ഏതൊക്കെയാണ്? ചെക്ക് ലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സ് ആണ് 3 രീതിയിലൂടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് അല്ലെ. ക്വാളിറ്റി, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ, നല്ല രീതിയിലുള്ള ക്വാളിറ്റിയോടെ ആയിരിക്കണം ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കേണ്ടത്. പിന്നെന്താണ്? പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടതായിട്ടുള്ള റോ മെറ്റീരിയൽസ് വേണം, അസംസ്കൃത വസ്തുക്കൾ വേണം. അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഷീൻസ്, ലേബേഴ്സ്, അവിടെ സ്റ്റാഫുകൾ, വർക്ക് ചെയ്യാനുള്ള സ്റ്റാഫുകള്, അതുപോലെ എന്താണ്? മെഷീൻസ് വേണം, കറണ്ട്, വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലാൻഡ് വേണം, ബിൽഡിംഗ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വേണം. അതാണ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. എന്താണ്? കമ്പനിയുടെ ക്യാപ്പബിലിറ്റി അല്ലെ, കപ്പാസിറ്റി, കഴിവ്, കമ്പനിക്ക് അതിനുള്ള ആ പ്രൊഡക്റ്റ് ഇറക്കാനായിട്ടുള്ള മൂലധനമുണ്ടോ, കപ്പാസിറ്റി ഉണ്ടോ, എന്താണ്, കഴിവുണ്ടോ എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ലിസ്റ്റിൽ വരുന്നത്. ഇനി ഇതൊക്കെ ഈ 3 കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം വരുന്നത് ഫൈനൽ ആയിട്ട് വരുന്ന സ്ക്രീനിങ്ങിൽ വരുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് എന്ത്? ഫെസിലിറ്റീസ് റിക്വയർഡ് അല്ലെ. ഇനി ഇതൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ അല്ലെ. സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മള് എന്താണ്? പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ? സെയിലാവോ? ഇല്ല. അതിന് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെ, ചാനൽസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ സെയിൽ ചെയ്യാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, സെയിലിംഗും ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് സ്ക്രീനിങ്ങിൽ പറയുന്നത്. ക്ലിയർ ആയോ? സ്ക്രീനിങ്ങിൽ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യം എന്താ പറഞ്ഞത്? കമ്പനീസിന് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ കമ്പനീസിന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ടായിരിക്കണം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ ഞാനിപ്പോ ഒറ്റയ്ക്കാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ, കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അതൊക്കെ മീറ്റപ്പ് ചെയ്തിട്ട് വേണം ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട്. പിന്നെന്താണ്? സെയിൽസ് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അത് നല്ല രീതിയിൽ സെയിൽ ഉണ്ടാകുമോ എന്നുള്ളതും അവിടെ കൺസിഡർ ചെയ്യണം. ഇനി ഇഫ് നോട്ട് റിമൂവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ടല്ല, നമുക്ക് തോന്നിയ പോലെ നമ്മുടെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്താൽ നടക്കില്ല. കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് അത് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതാണ് അവിടെ ഇഫ് നോട്ട് റിമൂവ്ഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടി റീചെക്ക് ചെയ്തിട്ട് കമ്പനിയുടെ ഒബ്ജക്റ്റീവിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് നടത്താനായിട്ട്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? ഡിസിഷൻ അല്ലെ. ഇതൊക്കെ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? ഡിസിഷൻ എടുക്കാം, തീരുമാനങ്ങൾ എടുക്കാം. ഇനി അവിടെ എന്താണ്? ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ആ ചെക്ക് ലിസ്റ്റില് കുറെ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. അടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് എ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ വേണം. അതുപോലെ തന്നെ എന്താണ്? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാന്ന് പറഞ്ഞു അല്ലെ. അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വരും റോ മെറ്റീരിയൽസിൽ വരുന്നത്? എന്തൊക്കെ വരാം റോ മെറ്റീരിയൽസില്? വാട്ടർ, നെക്സ്റ്റ് പവർ, ലാൻഡ്, ഓക്കെ, ലേബർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അതൊക്കെയാണ് റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. ഇനി എന്താണ്? കമ്പനിയുടെ കപ്പാസിറ്റി അല്ലെ, കമ്പനിയുടെ കഴിവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ലിസ്റ്റിൽ വരുന്നത്. അതിനുശേഷം എന്താണ്? ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ. ഇത് നമ്മള് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ വെച്ചാൽ മാത്രം മതിയോ? അതിനുള്ള സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും നമ്മൾക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പം ഇതിൽ പറഞ്ഞത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റില് എന്താണ്? സ്റ്റെപ്പുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ്. എങ്ങനെയെല്ലാമാണ് നമുക്ക് ഐഡിയാസ് കിട്ടുന്നത്? ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നാവാം, അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള വ്യക്തികളുടെ ഒപ്പീനിയൻസിൽ നിന്നാവാം നമുക്ക് ഐഡിയാസ് ലഭിക്കുന്നത്. സ്ക്രീനിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, സൂക്ഷ്മ പരിശോധന നടത്തുന്നത്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെയും ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ ആണ്, ഡൗട്ടൊന്നുമില്ലല്ലോ? ഇത്രയും വരെയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരാം കേട്ടോ. ഓരോന്നിന്റെ ഡെഫിനേഷൻ പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ എയിംസ്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയുടെ എയിംസ് എന്താണ്, മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പ്ലേസ് സ്ട്രാറ്റജിയുടെ അനദർ നെയിം എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡെഫിനേഷൻ വായിച്ചു വെക്കാം, മനസ്സിലാക്കി വെക്കാം. ഇനി പ്രമോഷൻ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രൈസിങ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം എന്താണ്, സെറ്റിംഗ് പ്രൈസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കണം കേട്ടോ. ഓക്കെ, 4 Ps, 4 സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മിസ് എടുത്തത്. ഇത്രയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു.